പ്രാർത്ഥനാ കൂട്ടായ്മയിലോ വചനവേദികളിലോ അല്ലെങ്കിൽ വീട് പ്രാർത്ഥനകളിലോ ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഏകാന്തത അല്ലെങ്കിൽ ഏകാന്ത പ്രാർത്ഥനയ്ക്ക്, ഏകാന്തവാസത്തിന് ഒക്കെ ഫ്രണ്ടിൽ അവർ നിൽക്കാൻ ആഗ്രഹിക്കും. ഏകാന്തമായിട്ടുള്ള അവസ്ഥകളിൽ നിൽക്കാൻ അവർ ആഗ്രഹിക്കും ചിലർ. എന്നാൽ ചിലർ അങ്ങനെയല്ല, ഗ്രൂപ്പായി നിൽക്കാൻ ആഗ്രഹിക്കും. എന്നാൽ ഏകാന്തമായി നിൽക്കുമ്പോൾ മറ്റുള്ള എല്ലാവരും നമ്മൾക്കെതിരെ നിന്ന് നമ്മളെ ഉപദ്രവിക്കുകയും നമ്മൾക്കെതിരെ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസം തേടി ആരോടും പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് എനിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ഞാൻ എവിടെ പോയി എൻ്റെ സങ്കടം തീർക്കും? ഞാൻ എവിടെ പോയി എൻ്റെ വേദന പറഞ്ഞു തീർക്കും? അപ്പോൾ എനിക്ക് എൻ്റെ സങ്കടം പറയാനോ എൻ്റെ വേദന പറയാനോ ഒരാളില്ല. പക്ഷേ എൻ്റെ കൂടെ ഒരു 3-4-5 സഹോദരങ്ങൾ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പരസ്പരം ആശ്വസിപ്പിക്കാൻ പറ്റും, പരസ്പരം ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. എന്നാൽ മറ്റു ചിലർ ഒറ്റപ്പെട്ട് ദൈവവേല ചെയ്യുന്നവരാ, ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരാ. ഈ അവസ്ഥയിൽ ജീവിക്കുന്നവർ വീണുപോക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? 2-3 പേരുണ്ടെങ്കിൽ ഒരാൾ വീണുപോക്കഴിഞ്ഞാൽ മറ്റൊരാളെങ്കിലും പിടിക്കാനുണ്ടാകും. ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ അവനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഇതിൽ നമ്മുടെ ജീവിതവുമായി ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ദൈവം തൻ്റെ ദൂതന്മാരെ എപ്രകാരമൊക്കെയാണ് സംരക്ഷിച്ചത്, അതേ സംരക്ഷണം നിങ്ങൾക്കും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നമ്മൾ വിജയം പ്രാപിക്കാനിടയാകും. ഇല്ലെങ്കിൽ നമ്മൾ വിജയം പ്രാപിക്കാതെ താഴ്ന്നു പോകാനിടയാകും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിന്ന് വായിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദയിലെ ബെർശബായിലെത്തി അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് ഏലിയ ഭയപ്പെട്ടത്? ആഹാബിനെ ഭയപ്പെടാത്ത ഒരു പ്രവാചകൻ എന്തിനാണ് ഇസബേലിനെ ഭയപ്പെടുന്നത്? രാജകൊട്ടാരത്തിനകത്ത് കയറി യഹോവയാണ് ഏക ദൈവമെന്ന് ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴയോ മഞ്ഞോ ഇവിടെ പെയ്യത്തില്ലെന്ന് പറഞ്ഞ് ജീവിച്ച, ചങ്കൂറ്റം കാണിച്ച ആ ഏലിയാവ് എന്തിനാണ് ഇപ്പോൾ ഭയപ്പെടുന്നത്? കാർമൽ മലയിൽ 850 പേരെ കൊന്ന് ഒറ്റയ്ക്ക് നിന്ന് ജയാളിയായി യഹോവയുടെ ദാസനാണ് താനെന്ന് ജനത്തിനും രാജ്യത്തിനും വെളിപ്പെടുത്തി കൊടുത്ത ഏലിയാവ് ഇപ്പോൾ എന്തിനാണ് ഭയപ്പെട്ട് ഒറ്റയ്ക്കായി പോയത്? എത്ര വലിയ അത്ഭുതങ്ങളും എത്ര വലിയ അടയാളങ്ങളും എത്രമാത്രം ദൈവിക സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയെ എപ്പോഴും ദൈവം കൂടെ നിൽക്കത്തില്ലേ? ദൈവം ഉപേക്ഷിക്കുമോ? ദൈവം കൈയൊഴിയുമോ? അല്ലെങ്കിൽ എന്തിനാണ് ഏലിയ ഭയപ്പെട്ട് ഇങ്ങനെ പിന്തിരിഞ്ഞ് ഓടാൻ ഇടയായത്? ഇതേ അവസ്ഥ നിന്റെ ലൈഫിൽ വന്നിട്ടുണ്ടോ? ഇതേ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അത്ഭുതം കാണിക്കുന്ന സമയത്ത് മാത്രമാണോ ദൈവമുള്ളത്? ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൈവം നിന്റെ കൂടെ നിൽക്കത്തില്ലേ? ഈ ചിന്ത എന്തുകൊണ്ട് ഏലിയാവിനുണ്ടായില്ല? അപ്പോൾ ഏലിയ പ്രാണരക്ഷാർത്ഥം ഭയപ്പെട്ട് ഓടേണ്ടി വന്ന ഒരു ജീവിത അവസ്ഥ ഏലിയാവിനുണ്ടായെങ്കിൽ നമ്മൾക്ക് ആ വിധത്തിലൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടായിരിക്കും ഓടുന്നത്? നമ്മൾക്ക് അഭയം കണ്ടെത്താൻ എന്താണ് ഉള്ളത്? ആരാണ് ഉള്ളത്? സ്തോത്ര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏലിയ ഓടിയത് ദൈവത്തിലേക്കല്ല, ദൈവത്തിൽ നിന്ന് അകന്നാ ഓടിയത്. ഏലിയ ഓടിയത് ദൈവത്തിലേക്കല്ല, ദൈവത്തിൽ നിന്ന് അകന്നോടിപ്പോയി. എങ്ങോട്ടാ ഓടിയത്? വായിച്ചോ. പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത് അവൻ യൂദയിലെ ബെർശബായിലെത്തി. ഇവിടെ ശ്രദ്ധിക്കണേ, ആദ്യം 3.5 വർഷക്കാലം ആകാശത്തെ അടച്ച ഏലിയാവ് ഓടിയില്ല, ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോയി താമസിച്ചു. അന്നേരം ഓടാൻ തോന്നിയില്ല. വിധവയുടെ അടുക്കൽ പോയി, സറപ്തായിലെ വിധവയുടെ അടുക്കൽ പോയി, കെരീതരിയിൽ പോയി. അങ്ങനെ 3.5 വർഷക്കാലം ദൈവം പോറ്റിയത് അനുഭവിച്ചറിഞ്ഞ ഏലിയാവ് ഇപ്പോൾ ദൈവത്തെ മറന്നുപോയോ? ഇപ്പോൾ ദൈവത്തെ കാണുന്നില്ലേ? അപ്പോൾ തൻ്റെ ഫ്രണ്ടിൽ വന്ന വെല്ലുവിളി എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്ട്രോങ് ആയിട്ടും, ഇതിനേക്കാൾ സ്ട്രോങ് ആയത് നേരത്തെ വന്നതാ, ഇതിനേക്കാൾ സ്ട്രോങ് ആയ പല സംഭവങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ ദൈവദാസൻ ഡൗണായി ഓടി? ഈ അവസ്ഥയിൽ ഓടുന്നവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏലിയാവിന് അഭയം കൊടുത്തത് ആരാണ്? ഈ അവസ്ഥയിൽ നീ ഓടുന്നെങ്കിൽ നീ ആരുടെ കീഴിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്? ആ അഭയത്തിൽ നിന്ന് നീ ഏറ്റുപറയുന്നത് എന്താണ്?
ഇതൊക്കെയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആമേൻ. യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ എന്തിനെങ്കിലും ഭയപ്പെട്ട് മുന്നോട്ട് ദൈവത്തിൽ നിന്ന് അകന്നു ഓടുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കണമേ. ദൈവമേ, നിന്നിൽ നിന്ന് അകന്ന് ഞങ്ങൾ എവിടെയാണ് ഓടുന്നതെന്ന്, എവിടെയാണ് ഞങ്ങൾ അഭയം കണ്ടെത്തുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ നമുക്ക് വായിക്കാം ആ വചനം. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദായിലെ ബർശബായിലെത്തി അവിടെ വെച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. ഭൃത്യന് പോയി. പ്രാണരക്ഷാർത്ഥം വെപ്രാളപ്പെട്ട് വന്നപ്പോൾ ഭൃത്യൻ പറഞ്ഞു, ഗുരു, ഇനി ഞാൻ നിന്റെ കൂടെ വന്ന എൻ്റെയും ജീവൻ ആപത്താണ്, അതുകൊണ്ട് നീ പൊക്കോ. ഭൃത്യൻ പോയി. ഭൃത്യനെ വിട്ടുപിരിഞ്ഞ് ഏലിയ ഒറ്റയ്ക്കായി. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. പിന്നെ അടുത്ത് ഏലിയാവ് പോകുന്നത് എങ്ങോട്ടാ പോകുന്നത്? അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന്. പിന്നെ ഏലിയാവിൻ്റെ യാത്ര എങ്ങോട്ടാണ്? മരുഭൂമിയിലൂടെയുള്ള യാത്ര. പിന്നെ ഏലിയാവിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും മരുഭൂമി മാത്രം. ബർശേബായിൽ നിന്ന് ഭൃത്യൻ പിരിഞ്ഞു. ഏലിയാവിൻ്റെ നോട്ടം മുഴുവൻ മരുഭൂമിയിലേക്കായി. തനിക്കായി ദൈവം ഒരുക്കിയിരുന്ന ഗുഹയും തനിക്കായി ദൈവം ഒരുക്കിയിരുന്ന പാർപ്പിടവും ഒക്കെ കണ്ട് മനസ്സിലാക്കി ഒക്കെ ചെയ്ത ഏലിയാവ് രണ്ടാമത് മഴ പെയ്യിക്കാൻ വേണ്ടി ഉപവാസം ഇരുന്ന് അവിടെ വന്നിരുന്ന ദൈവം പ്രവർത്തിച്ചത് ഒക്കെ താൻ മറന്ന് അവിടെ ഒന്നും പോകാതെ മരുഭൂമിയിലേക്കുള്ള യാത്ര. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ മരുഭൂമി യാത്ര എന്ന് പറയുന്നത് കഷ്ടതയിലേക്കുള്ള യാത്രയാണ്. കഷ്ടതയിലേക്ക്. അപ്പം തൻ്റെ ഫ്രണ്ടിൽ എവിടെ നോക്കിയാലും ശൂന്യത മാത്രമേ വരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ശൂന്യത അനുഭവപ്പെട്ടത്? സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക്, നമ്മളിൽ ചിലർക്ക് എത്ര സ്തുതിച്ചാലും എത്ര ആരാധിച്ചാലും മനസ്സ് ശൂന്യതയാണ്, മരുഭൂമി പോലെയാണ്, ഒരു പ്രയോജനവുമില്ലാത്ത വേസ്റ്റ് ആണ് എന്ന് തോന്നുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ മറ്റാരുടെയോ വെല്ലുവിളികളുണ്ട്, അതിൻ്റെ പുറകിൽ മറ്റാരുടെയോ പരിഹാസമുണ്ട്, മറ്റാരുടെയോ ഭീഷണിയുണ്ട്. ആ ഭീഷണിയെ ഭയന്നാണ് നിങ്ങളിൽ ചിലർ ആ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതെങ്കിൽ, ദൈവദാസനെ, ദൈവം ഇന്ന് നിന്നെ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരണം. നീ എന്തിന് ഭയന്നാണ് ബൈബിളിൽ നിന്ന് മാറിയത്? എന്തിന് ഭയന്നാണ് നീ വിശുദ്ധി നഷ്ടമാക്കി പാപത്തിലേക്ക് മാറിയത്? എന്തിന് ഭയന്നാണ് നിന്റെ കുടുംബത്തെ നീ ഉപേക്ഷിച്ച് നശിപ്പിച്ച് നീ ദൈവത്തിൽ നിന്നകന്ന് മരുഭൂമി യാത്രയിലേക്ക് പോയത്? അത് ദൈവത്തിൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ് നീ. ദൈവത്തിൻ്റെ കൂടെ നിന്ന വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ഉപവാസം എടുക്കാതെ നീ മരുഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിനക്ക് ആശ്വാസം ആരാണ്? ദൈവത്തിന് സ്തുതിക്കാം. ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇതേ അവസ്ഥയാണ് നിന്റെ ജീവിതമെങ്കിൽ നീയും ഏലിയാവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നീയും ദൈവവചനവും തമ്മിൽ എന്തെങ്കിലും പൊരുത്തപ്പെടുന്നുണ്ടോ? ഇതൊന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാമോ? ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം മുതൽ വായിച്ചു കൊള്ളുക. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കുക, നമ്മളിൽ പലരും, ഞാൻ ഉൾപ്പെടെ, നിങ്ങൾ ഉൾപ്പെടെ ഒറ്റയ്ക്കുള്ള യാത്രയാണെങ്കിൽ മരുഭൂമിയിലേക്കുള്ള ചിന്തയും മരുഭൂമിയിലേക്കുള്ള നോട്ടവുമാണെങ്കിൽ ആ മരുഭൂമിയിൽ, അതായത് പാഴായി കിടക്കുന്ന, ഒരു പ്രയോജനവുമില്ലാതെ കിടക്കുന്ന ഒരു യാത്രയിൽ അല്ലെങ്കിൽ നീ നിൽക്കുന്ന അവസ്ഥയിൽ തണലിന് വേണ്ടി അവിടെ ഒരു ചെടി ഉണ്ടാകും. തണലിന് വേണ്ടി ആ ചെടിയാണ് മുൾച്ചെടി. മരുഭൂമിയിൽ തണലിന് വേണ്ടി കാണുന്ന ചെടി മുൾച്ചെടി. ആ മുൾച്ചെടിയെ കണ്ടതും ഓടി ഏലിയാവ് മുൾച്ചെടിയുടെ കീഴിൽ വന്നിരുന്നു. നീ ഇതുപോലെയുള്ള യാത്രയിൽ, നിന്റെ ഒറ്റപ്പെടലുള്ള യാത്രയിൽ നീ പോകുമ്പോൾ നിങ്ങളിൽ ചിലർ ചെന്ന് അഭയം പ്രാപിക്കുന്നത് ഇതുപോലെയുള്ള മുൾച്ചെടികളുടെ കീഴിലാണ്. ഒന്നിനും പ്രയോജനമില്ലാത്ത ഒരു വ്യക്തിയുടെയോ ഉപദേശത്തിൻ കീഴിലോ നീ പോയി അഭയം പ്രാപിക്കും. മുൾച്ചെടി എന്ന് പറയുന്നത് ബൈബിളിൽ ദൈവശാപമേറ്റതിനെയാണ് മുൾച്ചെടി കാണിക്കുന്നത്. ദൈവിക ശാപം. മണ്ണ് കൃഷിക്ക് യോഗ്യമല്ലാതായി വന്നപ്പോൾ അതെന്ത് ചെയ്തു? പാഴായി മുള്ളും മുൾച്ചെടിയും ഉണ്ടാക്കി. ആ മുൾച്ചെടി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. പ്രയോജനമില്ലാത്ത ഒരുവന്റെ കീഴിൽ നീ അഭയം കണ്ടെത്താൻ ശ്രമിക്കും.
പ്രയോജനമില്ലാത്ത ഒരുവന്റെ ഉപദേശത്തിൽ അഭയം കണ്ടെത്താൻ ശ്രമിക്കും പലരും. പ്രയോജനമില്ലാത്ത ഉപദേശം നിന്റെ മൈൻഡ് നിനക്കിട്ട് തരും. ഇങ്ങനെ വന്നതുകൊണ്ടാണല്ലോ എനിക്കിത് വന്നത് എന്ന ചിന്ത നിന്റെ അകത്ത് കൊണ്ടിട്ട് തരും. പ്രയോജനമില്ല. അത് മുൾച്ചെടിയുടെ ഉപദേശമാണ്. അത് മുൾച്ചെടിയുടെ തണലിൽ ഇരിക്കുമ്പോഴാണ് അത്രയും സമയം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ട് ഏലിയാവ് ചിന്തിക്കാത്തത്, ഏലിയാവിൻ്റെ മനസ്സിൽ വരാത്ത ഒരു പുതിയ ആശയം മുൾച്ചെടിയുടെ അടിയിലിരുന്നപ്പോൾ വരാൻ തുടങ്ങി. ഇനി മരിച്ചാ മതി. അപ്പോൾ ഈ ഉപദേശം ആരതാ? ഏതോ പ്രയോജനമില്ലാത്ത ഒരുവന്റെ ഉപദേശം നിന്റെ അകത്ത് വന്നപ്പോൾ മരിച്ചാ മതി എന്ന ചിന്ത വരണമെങ്കിൽ ഏലിയാവ് എന്തിനാണ് ഓടിപ്പോയത്? പറഞ്ഞേ. ഏലിയാവിന് അവിടെ നിന്നാ പോരെ? അവിടെ കൊല്ലുകളയുമല്ലോ. അപ്പൊ ഇവിടെ വന്നിട്ട് മരിക്കാൻ വേണ്ടി കൊതിക്കുന്ന എന്തിനാ? ജസബേല് കൊല്ലുമെന്ന് പറഞ്ഞിട്ടല്ലേ പുള്ളിക്കാരൻ ഓടിയത്. അപ്പൊ ഈ മുൾച്ചെടിയുടെ കീഴിൽ വന്നിട്ട് മരിക്കണമെന്ന് തീരുമാനം എടുക്കുന്ന എന്താ? അവിടെ നിന്നാ പോരെ? അതിന് കുറച്ചുകൂടെ യോഗ്യതയില്ലായിരുന്നു. ഇതാണ് നമ്മളിൽ പലരുടെയും അകത്ത്. വിശ്വാസത്തിൻ്റെ പവറില്ലാതെ ദൈവത്തെ കളഞ്ഞ ഒരു മനസ്സാണെങ്കിൽ അകത്ത് മരുഭൂമിയാണ്. അതിനകത്ത് ഏതോ പാഴ് ഉപദേശം കിടപ്പുണ്ട്. ഇത് പ്രയോജനമില്ല, മരിച്ചാൽ മതി. മരണത്തെ ആഗ്രഹിച്ച് പ്രയോജനമില്ലാത്ത വാക്കുകൾ പറയുന്ന ഒരു തരത്തിൽ ഏലിയാവ് താഴ്ന്നുപോയോ? സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ നീയും നിന്റെ കുടുംബവും ഇപ്പോൾ എന്താ ഒരു മുൾച്ചെടിയുടെ ഉപദേശം കേട്ട് മരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്? ദൈവത്തിന്റെ വാക്ക് കേട്ട്, ദൈവത്തിന്റെ അത്ഭുതം കണ്ട, ദൈവത്തിന്റെ അടയാളം കണ്ട, ദൈവത്തെ ആരാധിച്ചപ്പോൾ നിന്റെ അകത്ത് സമാധാനം തന്ന നീ ഇപ്പോൾ എന്തുകൊണ്ട് ഒരു മുൾച്ചെടിയുടെ തണലിൽ ഇരുന്നിട്ട് ദൈവത്തിന് എതിരെയുള്ള കാര്യങ്ങൾ നീ ചിന്തിക്കുന്നു? അത്രമാത്രം നീ താഴോട്ട് അധപതിച്ചു പോയോ ഏലിയാവേ? മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുവാണോ? അതിനാണോ ദൈവം നിന്നെ പണിതത്? അതിനാണോ നിന്റെ ശരീരത്തിൽ ദൈവിക ശരീരം വച്ച്, നിന്റെ നാവിൽ അവന്റെ വചനത്തെ വച്ച്, നിന്റെ കരമുയർത്തുമ്പോൾ അവന്റെ അടയാളങ്ങളെ വച്ച് തന്നത്? നീ മരിക്കാൻ വേണ്ടിയാണോ ഏലിയാവേ? അങ്ങനെ തീരുമാനമെടുക്കാൻ വേണ്ടിയാണോ? ഇതാണ് ദൈവത്തിന്റെ ചോദ്യം. ഹല്ലേലൂയ. ഈ വിധത്തിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റി നിനക്കുണ്ടോ? ഈ വിധത്തിൽ ചിന്തിക്കുന്ന മുൾച്ചെടിയുടെ ഉപദേശത്തിലാണോ നീ പോകുന്നത്? അതോ നീ ദൈവിക ഉപദേശത്തിലാണോ പോകുന്നത്? ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? നിനക്ക് വിവേചിച്ചറിയാൻ ഇടയാകട്ടെ. നിനക്ക് ഉപദേശം തരുന്നത് ദൈവമാണോ അതോ മുൾച്ചെടിയാണോ? നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ തണലിലാണോ മുള്ളിന്റെ തണലിലാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായെങ്കിൽ ദൈവത്തിന് സ്തുതിക്കാം. ശബ്ദമുയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ശബ്ദം ഉയരട്ടെ. ദൈവദാസന്മാർ തങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെ കണ്ടിട്ട് ഏലിയാവ് ഓടിയതുപോലെ ഓടി പരാജയപ്പെട്ടാൽ അത് ദൈവത്തിന് അപമാനമാണ്. സ്തോത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് അപമാനമാണ്. മരുഭൂമി യാത്രയാണെങ്കിലും മുൾച്ചെടിയുണ്ട്, നീ അതിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കരുത്. നീയായിട്ട് ഡിസിഷൻ എടുക്കരുത്. നീയായിട്ട് വഴി ഓപ്പണാക്കാൻ വേണ്ടി നിൽക്കരുത്. അതെടുക്കുന്നതെല്ലാം മുള്ളിൻ്റെ വഴിയായിരിക്കും. അതെടുക്കുന്നത് മുൾച്ചെടിയുടെ ഉപദേശമായിരിക്കും. അത് കെണിയാ, അതിൽ ഫലമില്ലാത്തതാണ് എടുക്കുന്ന തീരുമാനങ്ങൾ പലതും. നമ്മളിൽ പലരും പ്രാർത്ഥിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെന്ന് പറയുമ്പോഴും നീ മരുഭൂമിയിൽ ഇരുന്നിട്ട്, മുൾച്ചെടിയുടെ കീഴിൽ ഇരുന്നിട്ടാണ് ചില അഭിപ്രായങ്ങൾ നീ മനസ്സിലാക്കുന്നതെങ്കിൽ ഫലമില്ലാത്ത തീരുമാനമായി പോകും പലതും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പലരുടെയും ആത്മീയത വചനം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞാൽ ഒട്ടിപ്പോകുന്നത്. എന്തുകൊണ്ടാ? ഫലമില്ലാത്ത തീരുമാനമാ, ഫലമില്ലാത്ത തീരുമാനമാ. എന്തുകൊണ്ടാണ്? നിന്റെ കൂടെ ഇന്നൊരു ഭൃത്യനില്ല, ഭൃത്യൻ വിട്ടുപിരിഞ്ഞു. ഇന്ന് നിനക്ക് കുടിക്കാനില്ല, കഴിക്കാനില്ല, ഭൃത്യനില്ല. ഉപദേശമാണെങ്കിലോ മുൾച്ചെടിയുടേത്, തണലാണെങ്കിലോ മുൾച്ചെടിയുടേത്, മറ്റ് ഒന്നിൻ്റെതുമല്ല ഉപദേശം. ഹല്ലേലൂയ. അക്കാരണത്താൽ തന്നെ എടുക്കുന്ന ഉപദേശങ്ങൾ പലതും മരണവുമായി ബന്ധപ്പെട്ടതായിരിക്കും, നെഗറ്റീവായിരിക്കും പലതും. സ്തോത്രം. മരുഭൂമി യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം മരിക്കാൻ ആഗ്രഹിച്ചോ അതോ വാടാമുൾച്ചെടിയുടെ കീഴിലിരുന്നപ്പോഴാണോ മരിക്കാൻ ആഗ്രഹിച്ചത്? വചനത്തിലൊന്നും നിങ്ങൾ നോക്കിയേ. ഭൃത്യനെ വിട്ടുപിരിഞ്ഞപ്പോഴാണോ ഈ തണലിലിരുന്നപ്പോഴാണോ മരണം ആഗ്രഹിച്ചത്? ഒന്നുകൂടെ നോക്കിയേ. വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു. സ്തോത്രം. കണ്ടോ? അതാണ് ചിലവർ നൽകുന്ന ഉപദേശങ്ങൾ, ചിലർ നൽകുന്ന ദുരുപദേശങ്ങൾ. ഇത് ഏതാണ് ഈ വാടാമുൾച്ചെടി? നിന്റെ വീട്ടിൽ ആരാധിക്കാത്ത നിന്റെ കുടുംബക്കാര്,
നിന്റെ കുടുംബത്തിൽ ദൈവത്തെ അറിയാത്ത, ദൈവ അത്ഭുതം അറിയാത്ത മരുഭൂമിയിൽ നിൽക്കുന്ന തണലാണ് അത്. ആശ്വാസമാണെന്ന് കരുതി ഓടിപ്പോകരുത്. അത് മരണത്തിന്റെ ദൂതേ തരത്തുള്ളൂ. സ്തോത്രം. അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം മരണത്തിന്റെ ദൂതായിരിക്കും. അവര് പറയും, കണ്ടോ നീ പോയിട്ട് എന്തായി 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 എന്തായി, ഇതിനേക്കാൾ നല്ലത് നീ തൂങ്ങിച്ചാകാണ്ടായിരുന്നു, പണ്ടേ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു, ഇങ്ങനൊരു ദുർവിധി നിനക്ക് വന്നല്ലോ എന്നൊക്കെ തരുന്ന ആരാധനയിലോ വചനത്തിലോ നിൽക്കാത്ത മുൾച്ചെടിയുടെ ഉപദേശം നിന്റെ വീട്ടിലുണ്ട്. വീട്ടിലുള്ള മുൾച്ചെടിയുടെ ഉപദേശം നീ തേടരുത്. പകരം സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്, അവന്റെ ഉപദേശം തേടാൻ കണക്കിന് ഇരുന്ന് കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ മുന്നോട്ട് ജീവിക്കണോ മുന്നോട്ട് നീ മരിക്കണോ എന്ന് തീരുമാനമെടുക്കേണ്ടത് മുൾച്ചെടിയല്ല, ദൈവമായിരിക്കും. ഹല്ലേലൂയ. ഏത് വ്യക്തിയെ പ്രതിയാണ്, ഏത് ശക്തിയെ പ്രതിയാണ് നീ ഇപ്പോൾ ഓടി ഒറ്റപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയോട് തന്നെ നീ ആരായണം നിന്റെ ലൈഫിനെ പ്രതി. അല്ലാതെ ആരാധിക്കാത്ത മുൾച്ചെടിയുടെ പ്രതി നീ പോകരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കാം. നിങ്ങളിൽ ആരെങ്കിലും മുൾച്ചെടിയുടെ ഉപദേശം കേട്ടിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ കെട്ടഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ കെട്ടഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മുൾച്ചെടിയുടെ ഉപദേശമാണ് നീ കേട്ടതെങ്കിൽ, മുൾച്ചെടിയുടെ ഉപദേശമാണ് കേട്ടതെങ്കിൽ ആ കെട്ടഴിയാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ശബ്ദമുയർത്തി ശക്തിയോടെ മുൾച്ചെടിയുടെ ദൈവത്തെ ആരാധിക്കാത്തവന്റെ ഉപദേശം നിന്റെ ജീവിതത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ നിന്ന് വന്ന എന്തെങ്കിലും മുൾച്ചെടിയുടെ കെട്ടുകൾ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളിൽ നിന്ന് വന്ന എന്തെങ്കിലും കെട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിന്ന് ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. പല മുൾച്ചെടികൾ എന്റെ ഉള്ളിലിട്ട് തന്ന മരണത്തിന്റെ വിത്തിനെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ അകത്ത് കിടക്കുന്ന ഈ എല്ലാ കെട്ടുകളെയും യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞാൻ ആഗ്രഹിക്കാത്ത വിത്തുകൾ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവമേ, ഉയരത്തില്ല എന്നുള്ള ചിന്തകൾ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ മുന്നോട്ട് പോകത്തില്ല എന്നുള്ള അവസ്ഥകൾ എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ശാസ്ത്ര പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ മുൾച്ചെടികളെയും യേശുവിന്റെ നാമത്തിൽ അഗ്നിയിറക്കി കരിച്ചു കളയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കാമോ? വായ്കളെ തുറന്ന് സ്തുതിച്ചേ. വായ്കളെ തുറന്ന് ആ കെട്ടഴിയുന്നത് യേശുവിന്റെ നാമത്തിൽ ശബ്ദമുയർത്തി ആ കെട്ടഴിയട്ടെ. ഉപയോഗമില്ലാത്തവ, പ്രയോജനമില്ലാത്ത ഉപദേശം നിന്റെ മേൽ വന്നത് ആ തണൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മുൾച്ചെടിയുടെ ഉപദേശം കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളോട് പറഞ്ഞ ഒരു മെസ്സേജ് ഉദാഹരണം ശ്രദ്ധിക്കുക. നീ യൂറോപ്പിലേക്ക് പോകണ്ട, പകരം മിഡിൽ ഈസ്റ്റിലേക്കോ മറ്റേതെങ്കിലും കൺട്രിയിലേക്കോ പോവുക എന്ന് പറഞ്ഞു. യൂറോപ്പിലേക്ക് നീ ഇപ്പോൾ പോകണ്ട. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള മറ്റു വ്യക്തികൾ, ദൈവത്തെ ആരാധിക്കാത്ത എന്നാൽ ക്രിസ്തീയ കർമ്മങ്ങൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് കടമറ്റത്ത് സേവകൾ പോലെയും അതുപോലെ ഈ കൃപാസനം പത്രം പോലെയും ഒക്കെ ചെയ്യുന്ന, ബ്ലൈഡും പലിശയും ഒക്കെ കൊടുത്ത് ജീവിക്കുന്ന, ദൈവിക പ്രമാണങ്ങളോ കൽപ്പനകളോ അനുസരിക്കാത്ത മറ്റു വ്യക്തികൾ നിങ്ങളുടെ ഫാമിലിയിലുണ്ട്. അവർ യൂറോപ്യൻ കൺട്രിയിലായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ വീട് പണിതപ്പോഴോ നിങ്ങൾക്ക് ഒത്തിരി ക്യാഷ് തന്ന് സഹായിച്ചവരായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് ഒത്തിരി ഫ്രണ്ടിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു തന്നവരായിരിക്കാം അവർ. അപ്പോൾ അവർ പറയും, എടാ നീ ഇവിടെ കിടക്കുന്നതിനേക്കാൾ നല്ലത് നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടാവും. ഇങ്ങനെ അതിൻ്റെ ഉപദേശം, അതിൻ്റെ തണൽ നമ്മുടെ മേൽ വരാൻ തുടങ്ങും. ഈ ദൈവത്തെ ആരാധിക്കാത്തതിൻ്റെ തണൽ, അതാണ് ഒരു ഉപദേശമായിട്ട് പറഞ്ഞിരുന്നത്, നമ്മുടെ മേൽ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇരുമനസ്സാകും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്ത് വേണം? ഇപ്പോഴാണെങ്കിൽ അവരവിടെയുണ്ട്. നമുക്ക് പൊക്കഴിഞ്ഞാൽ നമുക്ക് വീട്, റൂം, ഭക്ഷണം ഒക്കെ അവർ കൂടെ ഉണ്ടാകും. മറ്റെടുത്ത് പോയിക്കഴിഞ്ഞാൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി പോവും. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇരുമനസ്സ് കൊണ്ടിടും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മുതൽ, ആ ടൈമിൽ മുതൽ ദൈവം പറഞ്ഞത് ചിലപ്പോൾ പറഞ്ഞ ദൈവദാസന് തെറ്റിയതായിരിക്കാം. എന്തായാലും ഫ്ലൈറ്റ് ഞാൻ കയറുമല്ലോ, നമ്മൾ തീരുമാനമെടുക്കും. നമ്മൾ തീരുമാനം ഈ ദൈവത്തെ ആരാധിക്കാത്തവൻ്റെ ഉപദേശത്തോട് ഇഴുകിച്ചേരുന്ന വിധത്തിൽ തീരുമാനമെടുക്കും. എന്നിട്ട് നമ്മൾ പോകും. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് നാളുകൾ ഇവർ നമ്മുടെ കൂടെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ വരും. ഈ ഒറ്റപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ
അവിടെ ഇരുന്നിട്ട് നിങ്ങൾ കരയാൻ തുടങ്ങും. നിങ്ങളുടെ വീട്ടിലുള്ളവർ, അങ്ങനെ പോയിട്ടുള്ളവർ കരയാൻ തുടങ്ങും. അവർ പറയും, അയ്യോ ദൈവം പറഞ്ഞിട്ടാണല്ലോ ഞാൻ വന്നത്, ദൈവം പറഞ്ഞിടത്താണോ നീ പോയത്, അവിടെയാണോ നീ എത്തിയത്, അതോ നിന്റെ ഇഷ്ടത്തിനാണോ നീ പോയത്? ഇതാണ് മുൾച്ചെടിയുടെ ഉപദേശം. ഇതാണ് ഫസ്റ്റ്. എന്നിട്ട് അപ്പോൾ വീട്ടുകാർ വന്ന് പറയും, ബ്രദർമാർ പറഞ്ഞില്ലേ, ദൈവം പറഞ്ഞിട്ടില്ലേ അവർ പോയത്, അവിടെയാണോ പോയത്? അല്ല. അപ്പോൾ അവിടത്തേക്ക് പോകാൻ തീരുമാനമെടുത്തതാരാ? മുൾച്ചെടിയുടെ ഉപദേശമാണ്. അത് മരണത്തിൽ കൊണ്ടെത്തിക്കും. സ്തോത്രം. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊരു വിവാഹം നടക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെയോട് ആലോചന ചോദിക്കാൻ മറന്നിട്ട് ദൈവവുമായി ബന്ധമില്ലാത്ത മനുഷ്യരോട് നിങ്ങൾ പോയി ആലോചന ചോദിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് താടിക്ക് കൈ കൊടുത്ത് കരയുന്നിട്ട് കാര്യമുണ്ടോ? ദൈവത്തോട് ചോദിച്ചപ്പോൾ നിനക്ക് പണമില്ല, ആ സമയത്ത് ഇവന് വരുമാനമില്ല. ഈ പെൺകുട്ടിയുടെ വീട്ടിനാണെങ്കിൽ വരുമാനമല്ല, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടിന് വരുമാനമില്ല. എന്നാൽ കാരണവന്മാർ പറഞ്ഞ കുടുംബത്തിനാണെങ്കിൽ കുടുംബമഹിമ, കുലമഹിമ, പേര്, പ്രശസ്തി ഒക്കെയുണ്ട്. ഇന്ന് നിന്റെ പെങ്കൊച്ചവിടെ അല്ലെങ്കിൽ ആൺകൊച്ചവിടെ ഏത് ലെവലിലാണ് ജീവിക്കുന്നത്? അപ്പോൾ ഇതാണ് മുൾച്ചെടിയുടെ ഉപദേശവും ദൈവത്തിൻ്റെ ഉപദേശവും, രണ്ടും രണ്ടാ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്നും മുൾച്ചെടിയുടെ തണലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരം ഒറ്റപ്പെടലും ഒരു തരം പ്രയോജനമില്ലാത്ത ദാരിദ്ര്യത്തിൻ്റെയും പ്രതീക്ഷയില്ലാത്ത ഒരു തണലിലുള്ള ജീവിതമാണ് മുൾച്ചെടിയുടെ ഉപദേശം. അതിന് ഒരു പ്രത്യാശയുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ ഏലിയാവിനെ ദൈവം അങ്ങനെ കളയാൻ ആഗ്രഹിച്ചില്ല കേട്ടോ. ഹല്ലേലൂയ. ഏലിയാവിനെ അങ്ങനെ കളയാൻ ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ. ദൈവത്തിനറിയാം ഇവൻ ഈ മുൾച്ചെടിയുടെ കീഴെ കടന്നാൽ ഇനിയും മുൾച്ചെടിയുടെ തണലിൽ നിന്നുകൊണ്ട് അവൻ സംസാരിക്കും. അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി പുള്ളി. അതാണ് ഇനി എൻ്റെ വിശ്രമ സങ്കേതം. ഇനി അവിടെ കിടന്നാൽ മതി, അവിടെ കിടന്നാൽ മതി, ഇവിടെ കിടന്ന് ഞാനങ്ങ് തീർന്നുകൊള്ളും. ഇങ്ങനെ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ നാശമാ, ഇതെൻ്റെ ശാപമാ, ഇവിടെ കിടന്ന് തന്നെ ഞാൻ തീരുമെന്ന് ചിലർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്തു? അടുത്ത വചനത്തിൽ അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിന്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ വായിച്ച് കേട്ട വചനങ്ങളാണ്, പക്ഷെ ദൈവം നമ്മളെ വേറെ കാര്യമാണ് പഠിപ്പിച്ചിരുന്നത്. ഒരു ഭൃത്യൻ, ഏലിയാവിൻ്റെ ഭൃത്യൻ ഏലിയാവിൽ നിന്ന് അകന്നപ്പോൾ ഏലിയാവ് മരുഭൂമിയിലെത്തി. ഭൃത്യന്മാർ, പണ്ഡിതന്മാർ പറയുന്നത് ഭൃത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിഷ്യൻ എന്നാണ് അർത്ഥം. ഒരു ശിഷ്യനായിട്ട് കൂട്ടാം, ഒരു ഭൃത്യനായി കൂട്ടാം. അപ്പോൾ ഭൃത്യൻ്റെ കയ്യിൽ യാത്രയ്ക്ക് വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. കുടിവെള്ളം, തുകൽ സഞ്ചിയിൽ വെള്ളം, ഭക്ഷണത്തിനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതുപോലെ തൻ്റെതായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ നമ്മളിങ്ങനെ ഒരു പൊക്കണത്തിൽ ബാഗിൽ എടുക്കുന്ന കൂട്ട് ഭൃത്യൻ ഇത് ചുമക്കും. ശിഷ്യൻ്റെ കയ്യിൽ ഇത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ ബെർശേബയിലെത്തി തൻ്റെ ഭൃത്യൻ പോയി, ഏലിയ ഒറ്റപ്പെട്ട് ഇതാ വന്ന് ഒരു മുൾച്ചെടിയുടെ കീഴിൽ കിടന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? തൻ്റെ ഭൃത്യനെ, ദൈവത്തിൻ്റെ ദൂതനെ, ദൈവത്തിൻ്റെ ഭൃത്യനെ വെറും കൈയോടെയല്ല അയച്ചത്. ഏലിയാവിൻ്റെ ഭൃത്യൻ എന്തൊക്കെ ചുമന്നോ അതൊക്കെ ദൈവം തൻ്റെ ഭൃത്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഏലിയാവ് കടന്നുറങ്ങിയ മുൾച്ചെടിയുടെ കീഴിൽ കൊണ്ടുവന്ന ദൈവം തൻ്റെ ഭൃത്യനെ നിർത്തിയതാണ് നമ്മളിവിടെ കാണുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്ന് തട്ടി ഉണർത്തി, എനിക്ക് ഇവിടെയല്ല നീ കിടക്കേണ്ടത്, നീ കിടക്കേണ്ടതോ നിന്റെ ഡിസിഷനോ ഇവിടെ നിന്നല്ല നീ എടുക്കേണ്ടത്, എനിക്കിവിടെ നിന്ന് ഈ പടുകുഴിയിൽ കിടന്നിട്ടുണ്ട് ഡിസിഷൻ എടുക്കണ്ട, ഇവിടെ നിന്ന് എണീറ്റ് പോ. അവിടെ നിന്ന് മാറ്റിയതാണ് ദൈവത്തിൻ്റെ മലയിൽ കൊണ്ട് നിർത്തിയത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ് ഒരു ഭൃത്യൻ, മനുഷ്യനായ ഒരുവൻ തനിക്ക് ഗൈഡിങ്ങിന് ഇല്ലാന്നുണ്ടെങ്കിൽ തൻ്റെ മകളിൽ ഒരു ഭൃത്യനുണ്ട്, അവൻ അയച്ചു തരും ഗൈഡിങ്ങിന്. അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, എന്തിനാ നിർത്തിയത്? രണ്ടാമതൊരു ഭൃത്യനെ പണിയാൻ, രണ്ടാമതൊരു രാജാവിനെ പണിയാൻ, രണ്ടാമതൊരു ശക്തിയെ പകരാൻ. ഇപ്പോൾ നമ്മളിൽ പലരും കരുതും ഏലിയാവ് തീർന്നു എന്ന് കരുതി ബാലിന്റെ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ദേണ്ട മരുഭൂമിയിൽ ചത്ത് കിടക്കുവാണ് എന്ന് നാട്ടുകാർ പറഞ്ഞ് കളിയാക്കാൻ വേണ്ടി ജെസബേലും അവളുടെ കൂട്ടരും തയ്യാറായിരിക്കുമ്പോൾ ദൈവം തൻ്റെ ഭൃത്യനെ ഭക്ഷണവും വെള്ളവും കൊടുത്ത് വിട്ട് ഏലിയാവിനെ മാറ്റുന്നു, വേർപിരിയാത്ത ഒരു ഭൃത്യനെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട്. എത്ര പ്രശ്നം വന്നു ഏലിയാവിൻ്റെ, പിന്നീട് എലീഷയുടെ ലൈഫിൽ. എവിടെയെല്ലാം നടന്ന് ബഥേലിൽ വെച്ച് പറഞ്ഞു, ഏലിയാവ് പറഞ്ഞു നീ പൊക്കോ, ദൈവം എന്നെ നിലനിന്ന് മാറ്റും, നീ പൊക്കോ.
എലീശ പറഞ്ഞു, കർത്താവാണ് സത്യം, ഞാൻ അങ്ങേ വിട്ടുപിരിയില്ല. ഒരുത്തൻ വിട്ടുപിരിഞ്ഞെടുത്ത് വിട്ടുപിരിയാത്ത മറ്റൊരുവൻ ഉണ്ട്, അങ്ങനെ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വെളിപ്പെടുത്തി കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെല്ലാം നമുക്ക് ഒരു ആശ്വാസത്തിന്റെ ദൂതുണ്ട്. എന്താണ്? നീ ഇന്നൊരു മുൾച്ചെടിയുടെ ഉപദേശത്തിലാണ് നിന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടുന്ന് തട്ടി ഉണർത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടുന്നതിനെ കൊണ്ടുവന്ന് നീ കിടക്കുന്നിടത്തുനിന്ന് മാറ്റി ദൈവം ഇറങ്ങി വരുന്ന ചില സ്ഥലങ്ങളിൽ കൊണ്ട് നിന്നെ നിർത്താൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈ ഏലിയാവ് വന്നു നിന്ന ഗുഹയുടെ ചില ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അവിടെയാണ് മോശയും പണ്ട് വന്ന് നിന്നത്. ദൈവത്തോട് ചോദിച്ചു, നീ അത്ഭുതങ്ങളൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് നിന്നെ ഒന്ന് അറിയാൻ എന്താ മാർഗം? ദൈവമേ, ഒറ്റ കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. ആമേൻ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, മനുഷ്യൻ എന്നെ കണ്ടാൽ അവൻ മരിച്ചു പോകും. പക്ഷെ മോശ പറഞ്ഞു, മരിച്ചാലും വേണ്ടൂല, എനിക്ക് അങ്ങയുടെ മഹത്വത്തെ കണ്ടാ മതി. മഹത്വം കാണാൻ, മരണം വന്നാലും സാരമില്ല, മഹത്വം കാണാൻ ഒരുവൻ ആഗ്രഹിച്ചപ്പോൾ മഹത്വം കണ്ട മറ്റൊരുവൻ മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു കിടക്കുക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? മഹത്വം കണ്ട ഒരുവൻ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോ കണ്ടാൽ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനെ സുരക്ഷിതമായി ഒരുക്കി നിർത്തിയ ഹോറബ് മലയുടെ അടിവാരത്തിൽ ഇതാ ദൈവം കൊണ്ടുവന്ന് ഏലിയാവിനെ നിർത്തിക്കുക. ദൈവം ചോദിക്കും, ഏലിയാവേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പൊ ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഉള്ളിലുണ്ടാകണം. അവിടെയാണ് ദൈവവും ഏലിയാവും തമ്മിലുള്ള കണക്ഷൻസ്. അവിടെയാണ് ദൈവം ചോദിക്കുന്നത് ആദ്യം, ഏലിയാവേ, നീ ഈ ഗുഹയിൽ എന്ത് ചെയ്യുന്നു? മരുഭൂമിയിൽ നീ എന്ത് ചെയ്തു? വാടാമുൾ ചെടിയുടെ കീഴിൽ നീ എന്താ ചെയ്തത്? ഈ മരുഭൂമിയിൽ വന്നിട്ട് നീ എന്ത് ചെയ്യുന്നു? നീ ജെസബേലിന്റെ അവിടെ എന്താ ചെയ്തത്? ഇപ്പോൾ ദൈവത്തിന് വേണ്ടി നീ ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഓർത്തെടുക്കാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകണം. എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്തത്? അതോ നിനക്ക് വേണ്ടിയാണോ നീ ചെയ്തത്? ഇത് രണ്ടും രണ്ട് തരമാണ്. ചിലർ ദൈവത്തിന് വേണ്ടി ചെയ്യും, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവർ ജീവിക്കും. ചിലർ തനിക്ക് വേണ്ടി ചെയ്യും, തൻ്റെ കുടുംബവും തൻ്റെ നാമവും ഉയരാൻ വേണ്ടി ചിലർ നിൽക്കും. പക്ഷെ നീ ആർക്ക് വേണ്ടിയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഏലിയാവേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ചോദ്യത്തിൽ ഏലിയാവ് കൊടുത്ത മറുപടി എന്താണ്? ഏലിയാവ് ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അതായത് അന്യ ആരാധനക്കെതിരെ, അന്യ ഉപദേശങ്ങൾക്കെതിരെ ഏലിയാവ് പോരാടി. വിഗ്രഹത്തിനെയും ബാലിനെയും എതിർത്തുകൊണ്ട് യഹോവ യഥാർത്ഥ ദൈവമാണ് തെളിയിച്ചു കൊടുക്കുന്ന പ്രവൃത്തികൾ ചെയ്തു. ഇതിലെന്താണ് നീ ചെയ്തത്? ഇതിലെന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ പറയും, എൻ്റെ തലവേദന മാറ്റി തന്നു. ആ ബ്രദർ പ്രാർത്ഥിച്ചു, തലവേദന മാറി. ബ്രദർ പ്രാർത്ഥിച്ചു, വീട് കിട്ടി. ബ്രദർ പ്രാർത്ഥിച്ചു, ജോലി കിട്ടി. ബ്രദർ പ്രാർത്ഥിച്ചു, വാഹനം കിട്ടി. ഇതല്ലാതെ നീ കർത്താവിന് കൊടുക്കുന്നത് എന്താണ്? അത് കൊടുക്കുന്നതനുസരിച്ചാണ് ദൂതൻ ഇറങ്ങി വരുന്നത്. ഹലോ, ശ്രദ്ധിക്കണേ. ഇത് ചെയ്യാതെ ഇരിക്കുന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുമെന്ന് ഇച്ചിരി പാടാ. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? നീ മാത്രം വാ തുറക്കുന്നില്ല ദൈവത്തിന് വേണ്ടിയിട്ട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? നീ നിനക്ക് വേണ്ടി മാത്രമേ വാ തുറക്കുന്നുള്ളൂ. ദൈവം സൈലന്റാ. ദൈവപ്രവൃത്തി എന്താണ് എന്നുള്ളത് പറഞ്ഞുകൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് പൈതലേ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത്. അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം തരുന്നത്. ഏലിയാവ് പറഞ്ഞത്, ഇസ്രായേൽ ദിനം അങ്ങനെ നടന്നു, ഞാൻ പോയി ഇങ്ങനെയൊക്കെ ഉപദേശിച്ചു, പക്ഷേ സുവിശേഷം കൊടുത്തിട്ടൊന്നും അല്ലെങ്കിൽ ദൈവത്തെ കൊടുത്തിട്ടൊന്നും എന്നെ അവർ കൊല്ലാൻ നിൽക്കുന്നു. ഇതാ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തെ സത്യസന്ധമായി പകർന്നു കൊടുത്താൽ ഔട്ട്സൈഡ് എന്തായിരിക്കും വരുന്നത്? സത്യസന്ധമായി ദൈവത്തെ കൊടുത്തു കഴിഞ്ഞാൽ എതിര് നിൽക്കും. എതിര് നിന്നിട്ടുണ്ടെങ്കിൽ നീ അറിയണം, നീ ദൈവത്തിൻ്റെ ശബ്ദമായതുകൊണ്ടാണ്, നീ ദൈവത്തിൻ്റെ നാവായതുകൊണ്ടാണ്. അല്ലാതെ നിന്റെ ഭൗതികമായ ഉയർച്ച കണ്ടിട്ടല്ല അവരെതിരായത്. നിന്റെ ഭൗതികമായ വളർച്ച കണ്ടിട്ടല്ല.
അവർ എതിരായെങ്കിൽ ദൈവം നിന്റെ കൂടെ നിൽക്കുന്നത് കണ്ടിട്ടാ അവർ എതിരായത്. ആമേൻ. അത് ആരാണ് എതിര് നിന്നത്? അവരുടെ അകത്തിരിക്കുന്ന അന്ധകാരമാണ് എതിരാക്കാൻ ശ്രമിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കരുതും ഭൗതിക നന്മ കണ്ടിട്ട് അവർക്ക് അസൂയയാണെന്ന്. അല്ല, ദൈവം നിന്റെ കൂടെ നിൽക്കുന്നത് കണ്ടിട്ടുള്ള അസൂയയാണത്. അപ്പൊ ദൈവത്തിൽ നിന്നാണ് നീ ഇപ്പോൾ ഓടി മാറിപ്പോകുന്നതെങ്കിൽ നീ പോകുന്നത് വാടാമുൾച്ചെടിയുടെ ഉപദേശത്തിലായിരിക്കും. അതുകൊണ്ടാണ് തീക്ഷ്ണത ദൈവിക കാര്യത്തിൽ ഉണ്ടാകണം എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കാം. ദൈവിക കാര്യത്തിൽ തീക്ഷ്ണത ഉണ്ടാകട്ടെ. ദൈവിക കാര്യത്തിൽ തീക്ഷ്ണത ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഏലിയാവ് മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതും ഒറ്റ കാര്യം കൊണ്ടാണ്. എത്ര ദൈവവേല ചെയ്തിട്ടും ആർക്കും മാനസാന്തരം ഉണ്ടാകുന്നില്ല. എത്രമാത്രം ദൈവപ്രവൃത്തിയെ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടും യഹോവയാണ് ഏക ദൈവമെന്ന് തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടും പല മനുഷ്യരും യഹോവയ്ക്കെതിരെ നിന്നപ്പോൾ തൻ്റെ ജീവൻ കൊണ്ട് വേസ്റ്റ് ആയല്ലോ എന്നുള്ള വേദന കൊണ്ടാണ് ഏലിയാവ് കടന്ന് കരഞ്ഞത്. ഇനിയും ഞാൻ ഏത് പ്രവൃത്തി ചെയ്താലാണ് യഹോവേ ഇവർ നിങ്കിലേക്ക് നോക്കുന്നത്? അതുകൊണ്ട് മടുത്ത് എനിക്ക് മരിച്ചാൽ മതി. ഞാൻ ഇത്രയും അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തിട്ടും നിന്റെ നാമത്തിൽ ചെയ്തിട്ടും ആരും നിന്നെ തിരിച്ചറിയുന്നില്ലല്ലോ. ഈ ഒരു വേദന ദൈവദാസന്റെ അകത്ത് ഭയങ്കരമായി കിടന്നിരുന്നു എന്ന് ചില ദേവദാസന്മാർ പറയുന്നു, ചില പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ടാണ് ഏലിയാവ് മരിച്ചാ മതി, ഇനി എന്നെ വിട്ടൊന്നും ചെയ്യിപ്പിക്കേണ്ട ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്താൽ ആര് എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞ് തൻ്റെ തന്നെ കുറവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ചിലർ ഇപ്രകാരം ചെയ്യാറുണ്ട്. ഞാൻ വിളിച്ച ആരും വരത്തില്ല, ഞാൻ വിളിച്ചാൽ വരത്തില്ല, പരിഹസിക്കുക. ഞാൻ വിളിച്ചാൽ വരത്തില്ല, അതുകൊണ്ട് വിളി നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ദൈവം സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വിളി സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത് മുൾച്ചെടിയുടെ തണലാണ്. മനസ്സിലായോ? നമ്മൾ പലരെ വിളിച്ചുകൊണ്ടിരുന്നു, പലരും വന്നില്ല. ഇപ്പോൾ നമ്മൾ വിളിക്കാത്തതിന്റെ തീരുമാനമെടുത്തത് മുൾച്ചെടിയുടെ തണലാണ്. അതിനെ വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും നിനക്ക് യാത്ര ചെയ്യാനുണ്ട്. ചില കുടുംബങ്ങളെ നോക്കി വിളിക്കേണ്ടതായിട്ടുണ്ട്, ചില വ്യക്തികളെ നോക്കി വിളിക്കേണ്ടതായിട്ടുണ്ട്. അവർ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കും. അവർ സുവിശേഷത്തിന് വേണ്ടി നിന്നെക്കാൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. അതാണ് കർത്താവ് രണ്ടാമത് തന്റെ ദൂതനെ വിട്ട് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞത്, വിട്ടുപിരിയാത്ത ഒരു എലീഷ ഉണ്ട്, അവന് നീ പൊക്കണം, അവൻ വിട്ടുപിരിയാതെ നിൽക്കും. ഇങ്ങനെ വിട്ടുപിരിയാത്ത ശുശ്രൂഷക്കാരെ സെലക്ട് ചെയ്യാൻ ദൈവകൃപയാൽ ചിലർക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റപ്പെടലാണ് ജീവിതമെങ്കിൽ ദൈവം ഈ വിധത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം കേട്ടോ. ഒറ്റപ്പെട്ട വീട്ടിൽ ആരും ആത്മീയ ജീവിതത്തിലൊന്നും വീട്ടിലാരുമില്ല. നിങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തിയാണ് ആത്മീയ ജീവിതം നയിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം തീരുമാനമെടുത്ത് പോകാതെ ദൈവ തീരുമാനത്തിനായി, ദൈവ വെളിപ്പെടലിന് വേണ്ടി ദൈവമക്കളോട് ചേർന്ന് ആരാധിക്കാനും ദൈവിക വെളിപ്പാടുകൾ കിട്ടാനും വേണ്ടി നിങ്ങൾ പെട്ടെന്ന് ഓടി ദൈവസന്നിധിയിലേക്ക് പോകണമെന്നാണ് ഏലിയാവിൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു വരുന്നത്. ഇനി കുടുംബത്തിൽ എല്ലാവരും ആത്മീയ ലെവലിൽ ജീവിക്കുന്നവരാണെങ്കിൽ, എല്ലാവരും ഒരുപോലെ കർത്താവായ ദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ അവർക്കും പരിശോധനകൾ വരും, അവർക്കും ഭയങ്കരമായ പ്രതിസന്ധികൾ വരും. അത് ഇന്നതേ വരാവൂ എന്നൊന്നുമില്ല, എന്ത് വേണമെങ്കിലും വരാം. ചിലപ്പോൾ ജോലി കിട്ടാത്ത അവസ്ഥയാകാം, ചിലപ്പോൾ വിവാഹം നടക്കാത്തതാകാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തതാകാം. അങ്ങനെ എന്ത് ആണെങ്കിലും ഒരു പരിശോധനയുടെ ഒരവസ്ഥ ഉണ്ടാകും. നാട്ടുകാരോ ഇടവക ജനമോ ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ഫാമിലിയിലേക്ക് എത്തും. അങ്ങനെ വന്നാലും എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചാൽ അതിൻ്റെയും ഉത്തരം ബൈബിൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ശദ്രക്, മേശക്കും അബേദ്നെഗോവും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നെബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ഇത് ഒരു 3 പേരുടെ, അതൊരു ഫാമിലി ആയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, സ്പിരിച്വലി ഫാമിലി ആയിട്ട് ജീവിക്കുന്ന 2-3 പേർ ഒരുമിച്ചുണ്ടെങ്കിൽ അവരുടെ വാക്ക് തീക്കട്ട പോലെയാണ്. സ്തോത്രം. തൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന അധികാരി ആരാണെങ്കിലും ശരി, ആ അധികാരിയുടെ വാക്കിൻ്റെ മുമ്പിൽ തല കുനിച്ചു കൊടുക്കാത്ത വിശ്വാസ വീരന്മാർ എന്ന് അവരെ പറയാം. വിശ്വാസ വീരന്മാർ. ഒന്നുകിൽ നീ ഏലിയാവിനെ ഫോളോ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇക്കൂട്ടരെ പോലെ മാറുക. അപ്പൊ നിന്റെ വിശ്വാസത്തിൽ 2 സംഭവങ്ങൾ ഉണ്ടാകണം. എന്താണ്?
രാജാവ് വന്ന് പറഞ്ഞു, നീ ഇതിനെ ആരാധിച്ചില്ലെങ്കിൽ സത്യമായി രാജകൽപ്പനയ്ക്ക് മാറ്റമൊന്നുമില്ല, എന്ത് ചെയ്യും? തീച്ചൂളയിലിടും. നിന്റെ ജീവിതം ഇവിടെ വെച്ച് തീരും. ഹലോ, നിന്റെ ജീവിതം ഇവിടെ വെച്ച് തീരും, ഇവിടെ വെച്ച് തീരും. അടുത്ത നിമിഷം നീ കത്തിച്ചാമ്പലാകും. ഇതാണ്. അടുത്ത നിമിഷം നിന്റെ പേര് വെട്ടും, അടുത്ത നിമിഷം നിന്റെ മക്കളുടെ പേര് വെട്ടും, അടുത്ത നിമിഷം നിന്റെ കുടുംബത്തിൻ്റെ പേര് വെട്ടും. സകല പേരും ഇന്ന ഭാഗത്തുള്ളത് സകലതും വെട്ടും വെട്ടും വെട്ടും. ഈ ലെവലിൽ അധികാരി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇവർ 3 പേരെന്താ പറഞ്ഞേ? രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഇത്രയും നാൾ സേവിച്ചത്. അവരന്നേരം അത്ഭുതമൊന്നും കണ്ടില്ലേ? ഇവർ കിടക്കുന്നത് അടിമത്തത്തിലാണ്. ഇസ്രായേൽ രാജ്യത്തിൽ നിന്ന് ഇപ്പോൾ അടിമയായി പോയി കിടക്കുന്ന അടിമത്തത്തിലെ രാജാവാണ്. അവൻ്റെ ദേവനെ വണങ്ങിയില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അടിമത്തത്തിൽ കിടന്നിട്ട് 3 പേർ പറയുന്നത്, രാജാവേ, ഞങ്ങളുടെ ദൈവം ഉണ്ടല്ലോ, ഈ തീച്ചൂളയിൽ നിന്ന് വെടിവെക്കാൻ കഴിവുണ്ട്. അപ്പോൾ ദാനിയേലോ അല്ലെങ്കിൽ കൂടെ നിന്നവരോ ഇങ്ങനെ പറയാം. എന്നാ പിന്നെ എന്തിനാ അടിമത്തത്തിൽ കൊണ്ടിട്ടത്? നിന്റെ ദൈവത്തിന് തീച്ചൂളയിൽ ഇറങ്ങി നിന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് നീ അടിമയായി ഈ നബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ വന്നത്? നിനക്ക് ഇസ്രായേൽ ഉണ്ടായിരുന്നില്ലേ? അവിടെ നിന്ന് ഇപ്പോൾ നീ ചിതറിപ്പോയത് എന്തുകൊണ്ടാ? നിന്റെ ദൈവത്തിന് ശക്തിയുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ അവർ കിടക്കുന്നത് അടിമയായ വീട്ടുജോലി കിടക്കുക, തടങ്കലിൽ കിടക്കുക ഒരു രാജ്യത്തിൽ. അവിടെ കിടന്നിട്ടാണ് വിശ്വാസവീരൻ പറയുന്നത്, രാജാവേ, ഞാൻ സേവിക്കുന്ന ദൈവം ഉണ്ടല്ലോ, നീ കൂട്ടിയ തീക്കനലിനകത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടുന്ന് വിടുവിക്കാൻ കഴിവുള്ളവനാ. അവരുടെ ലൈഫിൽ അതുവരെ വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല. ആകെ ഈ അടിമത്തമാ സംഭവിച്ചത്. ദൈവം കൈയൊഴിയുമ്പോഴാണ് അടിമത്തം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം കൈയൊഴിഞ്ഞ ഇപ്പോൾ എൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന നിന്നെ ഏത് ദേവനടാ രക്ഷിക്കാൻ വരുന്നത്? ഇതാണ് ചോദ്യം. അതുകൊണ്ട് നിനക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ ദേവനെ നീ ആരാധിക്കണം, അല്ലെങ്കിൽ നിനക്ക് ജീവിതമില്ല. ഇതാണ് അവിടുത്തെ രീതി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ അവിടെയാണ് യൂണിറ്റി. അതാണ് ഒരു ഫാമിലി മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ അവർ ഉറപ്പിച്ചു പറയണം, ഞങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങളുടെ വിസയുടെ കാര്യത്തിൽ സ്റ്റാമ്പ് ചെയ്യാൻ കഴിവുള്ളവനാ. ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ യേശു ക്രിസ്തു ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിവുള്ളവനാ. അവിടെയാണ് വിശ്വാസിയുടെ പവർ നിൽക്കേണ്ടത്. അല്ലാതെ അധികാരികൾ വന്നിട്ട് ഇത്രയും നാളായിട്ട് എന്താണ് നിന്റെ കുഞ്ഞിന് ജോലിയില്ലാത്തത്, നിന്റെ കുടുംബത്തിൽ വിവാഹം നടക്കാത്തതെന്ന് പറയുമ്പോൾ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഇതിന്റെ പുറത്ത് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് പറയാൻ വാതുറക്കുന്ന രണ്ടാം കൂട്ടർ. ഹല്ലേലൂയ. ആ രണ്ടാം കൂട്ടർ പറഞ്ഞപ്പോൾ താഴോട്ട് വായിച്ചോ, അവിടെ നിന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്റെയോ ദേവന്മാരെ നീ നിർമ്മിച്ച സ്വർണ്ണബിംബത്തെയോ ആരാധിക്കുകയില്ല. അവിടെ ഒരു കൊളുത്തിട്ടു, ഒരു കൊളുത്ത്. ഇനി അഥവാ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഈ തീക്കനലിനകത്തേക്ക് ദൈവം ഇറങ്ങിയില്ല എങ്കിലും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് കഴിവില്ല, ശക്തിയില്ല എന്നല്ല. ഞങ്ങളുടെ പാപമോ ഞങ്ങളുടെ അകൃത്യമോ ഞങ്ങളുടെ പൂർവികരുടെ പാപമോ നിമിത്തം അഥവാ ദൈവം ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നില്ലെങ്കിലും നിന്റെ വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല. ആരാധന യഹോവയ്ക്കുള്ളതാണ്, ആരാധന യഹോവയ്ക്കുള്ളതാ. അതുകൊണ്ട് ഇത് ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് ജോലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആരാധന ദൈവത്തിനുള്ളത് തന്നെ. അതിന്റെ മുമ്പിൽ തല കുനിക്കത്തില്ല. ഇത് പറയാനുള്ള ചങ്കൂറ്റമാണ് അവർ 3 പേരും എടുത്തത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ പറയുമ്പോൾ ജോലി കിട്ടിയില്ലെങ്കിലും ദൈവം എൻ്റെ കൂടെയാ, ജോലി ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കൂടെയാ എന്നുള്ളത് ഉറപ്പിക്കാൻ എത്ര പേർക്ക് പറ്റും? അപ്പൻ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും അമ്മ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടെങ്കിൽ നീ ദൈവത്തിന്റെ ശബ്ദമായി മാറാൻ വേണ്ടിയാണ്, ദൈവത്തിന്റെ നാവായി മാറാൻ വേണ്ടി. ആ സമയത്ത് 3 പേരും റൂമിനകത്ത് കയറുന്ന ഉപവാസം എടുത്തില്ല. അവരുടെ പിതാക്കന്മാർ അറിഞ്ഞ ദൈവത്തിന് അവർ സാക്ഷിയായി നിൽക്കുകയാ ചെയ്യുന്നത്. ഹലോ,
അവിടെ പിതാക്കന്മാർ ആരാധിച്ച ദൈവത്തിന് സാക്ഷിയായി നിൽക്കുന്നത് 3 പേർ മാത്രം. ഹല്ലേലൂയ. അതിൽ ഒരുവൻ നീയായി മാറട്ടെ. അതിൽ ഒരു കുടുംബം നിന്റെ കുടുംബമായി മാറട്ടെ. അതിൽ ഒരു വ്യക്തി നീയായി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം.